ചൈന ഈ എല്ലാണ്ട് ഒച്ചയും കൂടി ഉണ്ടാക്കണത് മഴക്കാലത്ത് പിന്നെ മഴ പെയ്യൂലേ? എന്ത് ആയാലും കുറ്റം. മഴ പെയ്താൽ മഴയ്ക്ക് കുറ്റം, വെയിലറച്ചാൽ വെയിലിന് കുറ്റം. എനക്ക് തിരുമ്പാണ്ട് വിചാരിച്ചിട്ട് മഴ പെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലേ എന്താണ് ഒച്ചമുള്ളിലാക്കി? അല്ല ചൈന ഓള് ആറിയിട്ട് തുണിയൊക്കെ മുകളിലെ, അപ്പൊ അവിടെ സീറ്റില്ല. അപ്പൊ മഴ പെയ്യണ മഴേനെ ശപിക്കുക. അതെല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. മഴക്കാലത്ത് മഴ പെയ്യാണ്ട് പിന്നെ എന്താ ചെയ്യാ? മഴക്കാലത്ത് മഴ പെയ്യാ പ്രശ്നം ഉണ്ടാവും, വെയിലത്ത് വെയിൽ അറച്ച പ്രശ്നം ഉണ്ടാവും. ഇതെന്തിനാ വന്നേ? ഞാൻ ഭാര്യ വീട്ടിലല്ലേ. അല്ല എനിക്ക് ഈ അവിടെ തന്നെ കിടക്കല്. എന്താ ചെയ്യാ? ഭാര്യ വീട്ടിൽ തന്നെ. അല്ല എന്റെ കൂടെ മഴക്കാലത്ത് വെള്ളം കയറല്ലോ. ഈ വേനൽക്കാലത്തും ഭാര്യ വീട്ടിൽ തന്നെയല്ല കിടക്കല്. അല്ല വേനൽക്കാലത്ത് വേറെ പ്രശ്നമായിരുന്നു തന്നെ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിനോട് പോവുക. അപ്പൊ എന്തായാലും ഭാര്യ വീട്ടിൽ തന്നെ കിടപ്പ്. ഇവിടെ ആകുമ്പോ സുഖ, ഇവിടെ വെള്ളം കയറില്ലല്ലോ. കൈ പാക്കണമാ, കൈ നോക്കണമാ. അതാണത്. കൈ നിങ്ങളെ പോക്കർക്കാരുടെ കയ്യില് തത്ത എല്ലാമേ സത്യമേ പറയൂ. തത്തന് ഷീട്ട് എടുപ്പിക്കുന്ന പരിപാടിയില്ലേ? ഭാവി പറയണ കൈ இப்பதான் நல்ல கரெக்ட் தான் பறையும். எல்லாமே சொல்லி கொடுக்கும். போக்கரக்காக்கு எந்த தேவை இருந்தாலும் அதுதான் நான் சொல்லி கொடுக்குவேன். അല്ല എന്റെ ഇത് തത്ത എടുത്ത കത്തിയത് എന്റെ ഒരു തത്ത തത്തന്നെ. എന്റെ ഒരു മൂത്ത മോന്റെ അതല്ല, മൂത്ത മോന്റെ തത്ത ഉണ്ടായിരുന്നു. മൂത്ത മോന്റെ തത്ത ഉണ്ടായിരുന്നു. അത് പറന്നുപോയി. ആ തത്തയാണത്. അല്ല ആ തത്ത പാടിയതും നന്നായി. ആ തത്ത അവള് പഴം കൊടുക്കുന്ന സമയത്ത് ഇത് തുറന്നപ്പോ ഒന്നായിട്ട് പറഞ്ഞു. അത് തെമ്മാട്ട വിളിച്ചറിയാന്ന്. ആ വീട്ടിലെ ആള് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്ടാ നായിയെ എന്ന് വന്നത്, കേൾക്കാണ്ട് പോടാന്നൊക്കെ വിളിച്ചറിയാം. അതെങ്ങനെ പറയാണ്ടിരിക്കൂ? നിങ്ങള് വീട്ടിൽ നിങ്ങൾ വിളിച്ചു പറയണല്ലോ, തത്ത കേട്ട് പഠിക്കുക. അതല്ലല്ലേ കത്ത ചൊല്ലല്. അല്ല ജോന്റെ കൂടെ പറഞ്ഞു തമിഴ് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താന്ന് പറഞ്ഞാല് ഞാനിപ്പോ എനിക്ക് മാർക്കറ്റ് പോകാൻ വയ്യ. മാർക്കറ്റ് പോകുന്ന സമയത്തുണ്ട് ആ തത്ത ഉണ്ടാവും ആ കൊമ്പിന്റെ മുകളിൽ കുത്തിരിക്കുന്നത്. ഞാൻ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും മീൻ വാങ്ങാൻ പോകുമ്പോ എങ്ങോട്ടാണ്ട പോക്കറേ നായിയെ ഈ പോണ് തത്ത ആള് കേട്ട് വിളിച്ചറിയാം. ഒരു വഴിക്ക് പോകാനില്ലല്ലോ. എനിക്ക് തത്തടത്ത് കൂടെ വൈക്ക് പോയിക്കൂടാന്ന്. അതാണ് ഇപ്പൊ മാർക്കറ്റിൽ പോക്ക് നിർത്തിക്കില്ല. എന്നിട്ട് ഞാനിപ്പോ അതിലൊക്കെ വളഞ്ഞിട്ടാ പോകല്. എന്തേലും வந்த போக்கருக்காக தத்த கரெக்டா சொல்லி கொடுக்குவேன். நீங்க என்ன ஃபியூச்சர் பாவியில என்ன இருக்கு, நல்லா எல்லாமே நல்லா இருக்கு. ഇവൻ എന്തൊക്കെയാ പറയണത്? തമിഴ് എനിക്ക് അറിയില്ലോ. ഞാനുണ്ടല്ലോ. ഈ പറയാ ഞാൻ എത്ര കാലം കർണാടകയിൽ ഇരുന്നു. കർണാടകയില് തമിഴാണ്ട പറയാ, തെലുങ്കല്ലേ? അല്ല അവിടെ തമിഴന്മാരുണ്ടായിരുന്നു എന്റെ കൂട്ടത്തിൽ കുറെ തന്നെ. പിന്നെ നെയ്യൊന്ന് ചോദിക്കും, എന്റെ കൈയൊന്ന് നോക്കണോ, എത്ര നല്ല കൈയാണോ, എത്ര പൈസ ആവുന്നൊന്ന് ചോദിക്കും. അയാളുടെ കൈ നോക്കി ഭാവി വർത്താനം പറയാൻ എത്ര പൈസ ആവും? അല്ല കള്ളപ്പന്നി, എങ്ങനെയാച്ചാ ഞാൻ ചോദിച്ചോളില്ലേ. ഈ തമിഴ് ചോദിച്ചിട്ട് മലയാളം പറയാനല്ല എന്നോട് പറഞ്ഞത്. എനിക്ക് തമിഴ് അറിയാം. എനിക്ക് തമിഴ് കേട്ടാ മനസ്സിലാവും. എല്ലാ അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഷയും എനിക്ക് കേട്ടാലും കേൾക്കാൻ പറ്റില്ല. டைம் இல்ல. இத இந்த தத்த நீங்க என்னமா சொல்லி கொடுக்குவே நல்ல கரெக்டா வெறும் கை பார்த்து இல்ல കൈ കാണിക്കാനാ പറയണത്. കൈ കാണിച്ചതാ. ഇല്ല അത് അന്ത സൈഡിലല്ല, ഇങ്ങനെ ഇങ്ങനെയാ വെക്കണം. കൈ നോക്കണം അല്ലേ? എന്തൊക്കെയാ മോനെ ഭാവി? இல்ல அதுக்கு முன்னாடி ஒரு வேலை இருக்கு. தத்தா வெளியில் வா, ஒரு நல்ல சீட் எடுக்குங்கோ. நல்ல சீட்டு. എടാ അത് എന്തുണ്ട്, ഇത് പ്ലാസ്റ്റിക്കിന്റെ തത്തയല്ലേടോ? இல்ல என்ன இப்போ ஒரிஜினல் தத்தை இன்னும் வேண்டாம். இப்போ மேனகா காந்தி எல்லாம் சொல்லி கொடுத்தேன். ஒரிஜினல் வேண்டான்னு சொல்லிட்டேன். அதுனா ஜெயில் போனோம் நானு. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ തത്ത ഇയ്യന്നെ കയ്യുമ്പോ പിടിച്ചിട്ട് ഇയ്യന്നെ സീറ്റ് നിരത്തുക. எனக்கு ஒரு பள்ள பசப்பு இல்லதா, எனக்கு ஜீவிச்சு போனோம் சார். அதுதான் சரி. இத பட்டு இது எல்லாமே தத்த எல்லாமே நல்லா சொல்லி கொடுக்குவேன். தத்தா போகிறதுக்காக ஒரு நல்ல சீட் எடுத்துட்டு அவருக்கு பாவி எல்லாமே சொல்லி கொடுக்க. சரி நீங்க கையில பார்த்தாலே நீங்க விதேசத்துல வேர்ல்டுல சைனா, இட்டலி, ஜெர்மனி, ഡെൻമാർക്ക് ഇതെല്ലാമേ പോക முடியும். പോകും. ഞാൻ ഈ രാജ്യത്തൊക്കെ ചൈനയും ജപ്പാനിലും ഇവിടെയൊക്കെ എനിക്ക് പോകാൻ ഈ വയസ്സിൽ. എടാ കള്ളപ്പന്നിയെ, ഇവിടെ സൂക്കട് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യാതെ നിൽക്കുന്ന സൂക്കടാ കൊറോണ. ഈ കൊറോണ കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് ചൈനയിലേക്ക് പിന്നെയും ഞാൻ അവിടെ പോയിട്ട് പിന്നെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ചൈനയിലേക്ക് പറഞ്ഞയക്കുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ചൈനയുടെ വർത്താനപ്പെടുന്നത് പറയരുത്. ആ നായ്ക്കൾ എന്താണെന്നറിയോ, കണ്ണിങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത്.